Hi, good morning. We will fruit salad. Fruit salad is dressing artificial fruits natural fruit dressing. If you have this dressing, dressing ready this fruit salad. ഇതൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ ഈ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചും ഈ ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സും ഗ്രീൻ ഗ്രേപ്സും എടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ മുഴുവൻ എടുത്തിട്ടില്ല ഒരു ആപ്പിളിന്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ അതുപോലെ ഒരു മാങ്ങയുടെ ഒരു സ്ലൈസ് എടുത്തിട്ടുള്ളൂ 4 സ്ട്രോബെറി എടുത്തിട്ടുണ്ട് ഒരു പൈനാപ്പിളിന്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് 6 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് അതായത് 1.5 ഓറഞ്ചിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ചെറിയ ഓറഞ്ചിന്റെ ജ്യൂസ് ആണ് അതുകൊണ്ട് 1.5 ഓറഞ്ചിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ എടുക്കുന്ന ഫ്രൂട്ട്സിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഓറഞ്ച് ജ്യൂസിന്റെ അളവിൽ വ്യത്യാസം വരുത്തുക പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് തേനാണ് താൽപര്യമെങ്കിൽ ഓറഞ്ച് ജ്യൂസിന്റെ കൂടെ തേൻ ചേർക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈൻ ചേർക്കാം ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതെങ്കിലും ലിക്കർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ വൈനാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഓറഞ്ച് ജ്യൂസിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വൈൻ ചേർത്ത് കൊടുക്കാം ഇത് ഗ്രേപ്പ് വൈൻ ആണ് അപ്പോൾ ഇതിന് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തേൻ ചേർക്കുന്നില്ല കേട്ടോ തേൻ വേണം എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേൻ ചേർത്താൽ മതി വൈൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ തേൻ ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ലിക്കർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ ഏതാണെങ്കിലും നിങ്ങൾക്ക് വൈറ്റ് വൈനും ചേർക്കാം റെഡ് വൈനും ചേർക്കാം ഞാനിപ്പോൾ വൈൻ ഉണ്ടാക്കി വെച്ചിട്ട് 2 വർഷമായി അപ്പോൾ വൈന് നല്ല മധുരമുണ്ട് ആ ഒരു മധുരം നമുക്ക് മതിയല്ലോ അതിൽ കൂടുതൽ മധുരം ആവശ്യമില്ല പിന്നെ ഫ്രൂട്ട്സിൻ്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള മധുരം മതി അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗൾ എടുക്കാം ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇത് ഞാൻ ആപ്പിളാണ് കട്ട് ചെയ്തിട്ടുള്ളത് ആപ്പിൾ കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കുക ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പോൾ ആപ്പിളിൻ്റെ കളർ മാറിപ്പോവില്ല അതാണ് ആപ്പിളിൻ്റെ കളർ മാറാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഇല്ലെങ്കിൽ പഞ്ചസാര കോട്ട് ചെയ്ത് വയ്ക്കുക എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്യരുത് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് അടുത്തതായിട്ട് ഞാൻ പൈനാപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രേപ്സ് ആണ് ആഡ് ചെയ്യുന്നത് കിവി ഒഴികെ നമുക്ക് ഏത് ഫ്രൂട്ട്സും യൂസ് ചെയ്യാം കിവിക്ക് പുളി ഉണ്ടെങ്കിൽ കിവി യൂസ് ചെയ്യരുത് കിവി പുളി ഇല്ലാതെ കിട്ടുകയാണെങ്കിൽ കിവി യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ സ്ട്രോബെറി ചേർക്കുന്നുണ്ട് ഇനി ഇതിന് കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ചേർക്കുക അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് സാലഡ് ഡ്രസ്സിങ് ആയി പോകരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക മിക്സ് ചെയ്യുക വലിയ ബൗളാണെങ്കിൽ ഒരുമിച്ച് തന്നെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ എളുപ്പത്തിലുള്ള സാലഡ് റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വളരെ ഈസി അല്ലേ കുട്ടികൾക്കാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു സാലഡ് ഇഷ്ടപ്പെടും അപ്പോൾ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടമായോ ഇല്ലയോ എന്നത് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഓറഞ്ച് ജ്യൂസിൻ്റെ ടേസ്റ്റും വൈൻ്റെ ടേസ്റ്റും ഒക്കെ നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് പിടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം അതുപോലെ തന്നെ ഇതുപോലൊരു ഗ്ലാസ്സിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും അപ്പോൾ അടുത്ത ദിവസം കാണാം കേട്ടോ